മറ്റാരുണ്ട് LDF അല്ലാതെ? ആ മുന്നേറ്റത്തിലുള്ള ബേജാറാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ UDFിൻ്റെ നേതൃത്വത്തിനും അതിനാകെ കടിഞ്ഞാണിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പഴയ പ്രചാരവേലയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുദ്ദേശം വയ്ക്കുന്നത് BJP ജയിച്ചാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NMR റസാക്ക് ജയിക്കരുത്. പ്രധാനമായും പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ ഇത്തവണ ഒരു മണ്ഡലം കൂടി കൂടുതൽ പിടിച്ചെടുത്തുകൊണ്ട് പാലക്കാടിലെ 12 മണ്ഡലങ്ങളിലും വലിയ വിജയസാധ്യതയുണ്ട്. അതിൽ 11 LDF ഇത്തവണ ജയിക്കും എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അനുസൃതമായ ഒരു ഇലക്ഷൻ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ വളരെ ആവേശത്തോടുകൂടി ഈ ദിവസങ്ങളിലെല്ലാം വോട്ടർമാരുടെ കാണാനും കേരളത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾക്കെതിരായി ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം നല്ലതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഇതിനകം തന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ UDFും BJPയും എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് അയച്ചുവിടുക എന്ന് ഒരുപക്ഷെ നമ്മൾ ഊഹിക്കുന്നതിൻ്റെയും അപ്പുറമായിരിക്കും. അതിൻ്റെ ചില സിംറ്റംസാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങളാണോ ഇവിടെ ചെയ്തിട്ടുള്ളത്, അതേ മാതൃകയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് റസാക്കിന് പോകുന്ന ഓരോ വോട്ടും BJPക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പ്രചാരം. അതുതന്നെയാണ് ഷാഫി മത്സര രംഗത്തുണ്ടാകുമ്പോഴൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഷാഫി ഇവിടെ മത്സരിക്കുമ്പോൾ ഷാഫിക്ക് ജയിക്കാമെങ്കിൽ റസാക്കിന് എന്തുകൊണ്ടാണ് ജയിച്ചുകൂടാ? അപ്പോൾ അതിൻ്റെ ലക്ഷ്യം പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ റസാക്ക് 1ാം സ്ഥാനത്തെത്തി. അത് ഞാൻ പറയാതെ തന്നെ ഇന്ന് ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ഉറ്റുനോക്കുന്നൊരു മണ്ഡലമായി ഇതിനകം തന്നെ പാലക്കാട് മണ്ഡലം മാറി. റസാക്ക് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം വലിയ മുന്നേറ്റമാണ് ഇതിനകം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മുന്നേറ്റത്തിലുള്ള ബേജാറാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ UDFിൻ്റെ നേതൃത്വത്തിനും അതിനാകെ കടിഞ്ഞാണിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പഴയ പ്രചാരവേലയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാഫിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാമെങ്കിൽ ഉറപ്പായിട്ടും റസാക്കിനും ജയിക്കാം. അതിനനുസൃതമായ ഒരു വലിയ മുന്നേറ്റം ഒരു പക്ഷേ ഈ മണ്ഡലത്തിലെ വോട്ടർമാരും ആരും തന്നെ കരുതാത്ത ഒരു വലിയ
ജനപിന്തുണ ഇതിനകം NMR റസാക്കിന് കൈവന്നു കഴിഞ്ഞു. അപ്പോൾ റസാക്ക് ജയിക്കാതിരിക്കുക എന്നതാണ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവരുദ്ദേശം വയ്ക്കുന്നത് BJP ജയിച്ചാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NMR റസാക്ക് ജയിക്കരുത് എന്ന നിലയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും മത്സരിക്കുന്നത് 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയിലേക്ക് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ട്രെൻഡ് മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ട്രെൻഡ് പരിപൂർണമായും പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അത് ഏപ്രിൽ മാസം 9 ഇലക്ഷൻ കഴിഞ്ഞ് മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് NMR റസാക്ക് എന്നായിരിക്കും. അതിന് ആധാരമായ കാര്യം ഞാനിവിടെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ കണക്ക് വെച്ച് നോക്കിയാൽ 44,042 വോട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചു. 3ാം സ്ഥാനത്താണ് BJP 38,000 വോട്ട്. 6,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളും BJPയും തമ്മിലുള്ള ഡിഫറൻസ്. കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ആകെ 6,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന NMR റസാക്കിന് അനുകൂലമായിട്ടുള്ള ഈ ജനകീയ മുന്നേറ്റം കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം വിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ആ വിഭ്രാന്തിയാണ് NMR റസാക്കിന് പോകുന്ന വോട്ട് BJPയുടെ വിജയസാധ്യതയായി UDF തന്നെ പ്രചരിപ്പിക്കുന്നത്. അത് UDFൻ്റെ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ആദ്യം മത്സരിക്കുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഒരുപക്ഷെ അന്ന് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റസാക്കിന് ഉണ്ടായിട്ടുള്ള ജനമുന്നേറ്റത്തിൻ്റെ ഒരു പാതി പോലും അന്ന് ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഷാഫിക്ക് അന്ന് ജയിക്കാമെങ്കിൽ അന്ന് BJP തോറ്റിട്ടുണ്ടെങ്കിൽ ഇത്തവണ റസാക്ക് ജയിക്കും. BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തിൽ ആരാ 2ാം സ്ഥാനമെന്ന് അവർ തെളിയിച്ചോട്ടെ. അത് അവരാണ് നിശ്ചയിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു വിജയ സാധ്യത ഉറപ്പാകുമ്പോൾ അതിൽ നിന്ന് വോട്ടർമാരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട് ഏതെങ്കിലും വിധത്തിൽ ഈ മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പാഴ്ശ്രമമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി വോട്ടർമാർ നല്ലതുപോലെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിൽ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം NMR റസാക്കിന് വലിയ സ്വീകാര്യതയാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്.